സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകി നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകി നിശ്ചയമേ. താഴ്ചയിൽ നമ്മെ ഓർത്തവന്, വീഴ്ചയിൽ കാത്തവന്, താഴ്ചയിൽ നമ്മെ ഓർത്തവന്, വീഴ്ചയെന്നെ കാത്തവന്, കാഴ്ചയല്ല വിശ്വാസത്താലെ വാഴ്ചയെ നിത്യം ചേർത്തവന്, കാഴ്ചയല്ല വിശ്വാസത്താലെ വാഴ്ചയെ നിത്യം ചേർത്തവന്. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. നമുക്ക് മത്തായിക്ക് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ഇവിടെ വചനം പറഞ്ഞ് അത് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ച് കൊള്ളുകയും. പക്ഷെ ഇംഗ്ലീഷ് ഇങ്ങനെ പറഞ്ഞത് take heed that no man who deceive you. അതായത് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും. എന്തുകൊണ്ട് കർത്താവ് എടുത്ത് പറയുന്നുണ്ട്, ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേക എന്റെ പേരെടുത്ത് വന്ന് പലരെയും വഞ്ചിക്കും. എങ്ങനെയാണ് വഞ്ചിക്കും? ദൈവമക്കൾ എങ്ങനെ വഞ്ചിക്കും? ഞാൻ ക്രിസ്തുവാണ് എന്ന് ക്രിസ്തുവിന്റെ പേരിൽ വന്ന് പലരെയും വഞ്ചിക്കും. അതുകൊണ്ട് കർത്താവ് മുന്നമേ ഇത് ചെയ്ത് വാണിംഗ് ദൈവമക്കൾക്ക് ദൈവം പറയുന്ന വാക്യമാണ്. വായിച്ചപ്പോൾ നമ്മൾ മെസ്സേജ് കേട്ടപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, അദ്ദേഹം യേശു ജീവിച്ചിരുന്ന സമയത്ത് യേശുവിന്റെ പേര് പറഞ്ഞ് ഏകദേശം 44 പേർ വന്ന് അനേക യൂതരെ മാറി കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ പേരിൽ പല ഏകദേശം എത്ര വ്യക്തികൾ, ഒരു വ്യക്തികളല്ല 2 വ്യക്തികൾ, 44 വ്യക്തികൾ അനേക യൂതരെ മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നാം ജീവിക്കുന്നതാണ് ഈ അന്ത്യ കാലഘട്ടത്തിൽ ഇനിയും അനേകർ വരും. അതുകൊണ്ട് കർത്താവ് എന്റെ അനേകർ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേര് എടുത്തു വന്ന് പലരെയും തെറ്റിക്കും. എങ്ങനെയാണ് തെറ്റിക്കണത്? 24-ാം വാക്യം വായിച്ചോ. എങ്ങനെ വഞ്ചിക്കും? എങ്ങനെയാണ് അത് അവസാനം എങ്ങനെ വന്നത്? കള്ള ക്രിസ്തുക്കളെ കള്ള പ്രവാചകന്മാരും എന്നിട്ട് കഴിയുമെങ്കിൽ ക്രിസ്ത്യന്മാരെയും തെറ്റിപ്പായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. പൊതുവെ നമുക്കൊക്കെ പ്രവചനം കേൾക്കുവാൻ താല്പര്യമുണ്ട്. എത്ര പേർക്ക് പ്രവചനം കേൾക്കാൻ താല്പര്യമുണ്ട്? എല്ലാവർക്കും നമുക്ക് പ്രവചനം കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. നമ്മളെ കുറിച്ച് എന്ത് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഭാവി ജീവിതം എന്തായിരിക്കും, ഇതിനൊക്കെ നമുക്ക് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കൺഫ്യൂഷൻ വേണ്ടത്, ഈ ആഴ്ച എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും, അത് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ നമ്മൾ അതങ്ങനെ നമുക്ക് പിടിച്ച് മുമ്പോട്ട് പോയാൽ മതി എന്ന് നാം ചിന്തിക്കും. പക്ഷെ വചനം പറഞ്ഞ് കള്ള പ്രവാചകന്മാരും പ്രവചിക്കും, അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ ചെയ്യും. അപ്പൊ നിങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും ഇത് കള്ള പ്രവാചകന്മാരോ അല്ലെങ്കിൽ ശരിയായ പ്രവാചകനാണോ? ഇത് എങ്ങനെയെങ്കിലും അറിയാൻ കഴിയും. പറയുന്നത് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാലോ സമാധാനം കിട്ടിയാലോ നമുക്കറിയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, ഈ കള്ള പ്രവാചകൻ അല്ലെങ്കിൽ കള്ള ക്രിസ്തു നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വിവേചന ആത്മ ഉണ്ടെങ്കിൽ മാത്രമേ അറിയാൻ കഴിയൂ. നിങ്ങളുടെ ഉള്ളിൽ വിവേചന ആത്മ ഇല്ലെങ്കിൽ അദ്ദേഹം എന്തു പറഞ്ഞാലും വിശ്വസിക്കും. വചനം പറഞ്ഞത് അവൻ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യും. നിങ്ങൾ എന്താണ് ചിന്തിക്കണോ അതുപോലെ തന്നെ കരയും. നിങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിക്കോ, നിങ്ങൾ ആ സമയത്ത് വചനത്തിൽ വായിക്കോ, വീട്ടിലേക്ക് വായിക്കോ, നിങ്ങൾ ചെക്ക് ചെയ്യത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ വിവേചന ആത്മ ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹം നല്ലവനാണോ കള്ളനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് കൃപാവരങ്ങളിൽ ആ വിവേചന ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് ആ വിവേചന ആത്മാവിനെ പ്രാപിക്കണം. കർത്താവ് നമുക്കൊരു വാണിംഗ് കൊടുക്കുന്നത് എന്താണ്? അന്ത്യകാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അനേക ആൾക്കാർ എനിക്ക് ഇപ്പോൾ തന്നെ അനേകർ ഉണ്ട്. നിങ്ങൾ
യൂട്യൂബൊക്കെ അധികം കേൾക്കാത്തതുകൊണ്ട് അറിയത്തില്ല. ഞാൻ യൂട്യൂബ് അധികം മെസ്സേജുകൾ നോക്കുന്നത് കൊണ്ട് എനിക്ക് അറിയാൻ കഴിയും. അനേക കള്ള പ്രവാചകന്മാരുണ്ട്, അനേക പഠിപ്പിക്കൽ തെറ്റായ വചനങ്ങൾ അനേകർ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവായി യൂട്യൂബിൽ നോക്കുന്ന ആൾക്കാരെങ്കിൽ ശ്രദ്ധിക്കണം, പഠിപ്പിക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണെന്ന് വിവേചിക്കണം. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞത് നാം നമ്മളെ തന്നെ സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി പിശാച് നമ്മളെ വഞ്ചിക്കുവാൻ പറ്റും. അതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്ത് മത്തായി 7-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം എന്താണ് പറയുന്നത്? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വന്തം കടത്ത്. അത് എന്താണ്? കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ പ്രവചിക്കില്ലയോ, നിന്റെ നാമത്തിൽ ഭൂതരെ പുറത്താക്കില്ലയോ, നിന്റെ നാമത്തിൽ വളരെ വീരപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. ആരുടെ നാമത്താണ് ചെയ്തത്? യേശു കർത്താവിന്റെ നാമത്താണ് എന്താണ് പ്രവചിച്ചു, ഭൂതരെ പുറത്താക്കി, വീര അത്ഭുതങ്ങൾ ചെയ്ത്, അടയാളങ്ങൾ ചെയ്ത്, എല്ലാം ചെയ്ത്. പക്ഷെ കർത്താവ് എന്താണ് പറഞ്ഞത്? ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ചെയ്തത് ആരുടെ നാമത്തിലാണ്? കർത്താവിന്റെ നാമത്തിൽ പ്രവചിക്കാൻ കഴിയും, ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയും, വീരപ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയും. എന്തുകൊണ്ട്? ദൈവം ഒരു വ്യക്തിക്ക് കൊടുത്താൽ കൊടുത്തതേ, അതുകൊണ്ട് ചെയ്യും. പക്ഷെ ഇതൊക്കെ ദൈവത്തിന്റെ ആലോചനയാണോ, ദൈവത്തിന്റെ ഇഷ്ടമാണോ എന്ന് നാം തിരിച്ചറിയണം. പ്രവചന ആത്മാ നല്ലതാണ്, അത് നമ്മളെ തന്നെ എഡിഫൈ ചെയ്യും. പക്ഷെ ഉണ്ടെങ്കിലും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ആ ആത്മാവിനെ നാം ഡീൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എന്റെ വായ്പ കൂടെ എന്താ പ്രവചനമായി ആയിരിക്കുമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കും. പ്രവചന ആത്മാ ഏറ്റവും നല്ലതാണ്, പക്ഷെ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചെടുക്കണം. അതാണ് പറഞ്ഞത്, ഇതെല്ലാത്തിനും മീതെ നമുക്ക് എന്താണ് ആവശ്യം? വിവേചനം ആത്മാവിന് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ ദയവായി ആ വിവേചന ആത്മാവിനെ പ്രാപിക്കുക നന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. വഞ്ചിക്കപ്പെടാതിരിക്കാൻ നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നാം വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം എങ്ങനെ ആയിരിക്കണം? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 6-ാം വാക്യം. സുബലമായിരിക്കുക. ഇംഗ്ലീഷ് എങ്ങനെ പറയുന്നത്? ബി സോബർ, അല്ലെങ്കിൽ ബി വിജിലന്റ്. അതിനർത്ഥം നാം ഉണർന്നിരിക്കണം, അല്ലാട്ടായിരിക്കണം. പിന്നെ ആയിരിക്കണം? സുബോധമുള്ളവരായിരിക്കണം. പക്ഷെ എന്താ പറയുന്നത്? ആകിയാ നാം ശ്രേഷ്ഠമുള്ളവരെ പോലെ ഉണർന്നാതെ ഉണർന്നും സുബോധമായി ഇരിക്കുക. എന്താണ് സുബോധം? സുബോധമായി ഇരിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മൈൻഡ് ഇപ്പോൾ വന്നത് ഒരു വ്യക്തിയാണ്. എത്ര പേർക്ക് അറിയാം? മുടിനായ പുത്രന്. ഒരപ്പൻ 2 മക്കളുണ്ടായിരുന്നു. ഒരു മക്കൾ ഇളവെന്ന് ചെയ്ത് അപ്പന്റെ സകല സ്വത്തുക്കൾ മേടിച്ച് അവൻ ഇവിടെ പോയി ദൂരദേശത്തിൽ പോയി ആ പണത്തിൽ കൊണ്ട് അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റോ തന്റെ ഇഷ്ടം പോലെ അവൻ ജീവിച്ചു. അവസാനം പണം എന്ത് ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എന്തായി? ആ ദേശത്ത് ക്ഷാമം വന്ന് അവൻ എന്ത് ചെയ്ത് ആ ദേശത്തിൽ ഒരു സമ്പന്നമായ ഒരു ആളുടെ അടുത്ത് ജോലിക്ക് പോയി അവനെ കാവൽ പിടിച്ച് ജോലി മേടിച്ചു. പക്ഷെ കിട്ടിയ ജോലി എന്തായിരുന്നു? പന്നികൾ മേയ്ക്കുന്ന ജോലിയായിരുന്നു. പക്ഷെ അവന് ആഹാരം കിട്ടിയോ? ആഹാരം കിട്ടി. അവസാനം അവൻ എന്ത് വിചാരിച്ചേ? പന്നികൾ കൊടുക്കുന്ന ആഹാരമെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ച്. പക്ഷെ പന്നികൾ കൊടുത്തോ? പന്നികൾ കൊടുത്തു. പന്നികൾ കഴിക്കുന്നുണ്ട്, പക്ഷെ ഇവ മാത്രം കഴിക്കുന്നില്ല. അപ്പോഴാണ് വചനം വന്ന് അവർക്ക് എന്ത് വന്ന്? സുബോധം വന്നു. ഈ സുബോധം എന്തുകൊണ്ട് നേരത്തെ വന്നില്ല? കാശ് കയ്യിലുണ്ടല്ലോ, അതാണ് പ്രശ്നം അല്ലെ? നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് സുബോധമില്ല. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ മറക്കും അല്ലെ? നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെ കയ്യിൽ എന്താണ്? കയ്യിലുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മറക്കും, ദൈവത്തിന്റെ വീരപ്രവൃത്തി മറക്കും,
ദൈവം കൈനാൾ പോഷിപ്പിച്ചത് മറക്കും. നാം എല്ലാം മറന്ന് നമ്മൾ ഇഷ്ടംപോലെ പോകും. എന്തുകൊണ്ട്? നമ്മുടെ കയ്യിൽ ഇപ്പോൾ പണമുണ്ട്. നമുക്ക് ആരെയും ആശ്രയിക്കണ്ട, ആരുടെ ഔദാര്യവും എനിക്ക് വേണ്ട. അതുകൊണ്ട് എന്റെ തോന്നൽ പോലെ നമുക്ക് ജീവിക്കും. പക്ഷെ നമുക്ക് എപ്പോഴും സുബോധമാണോ? കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെട്ട് എല്ലാം തീർന്ന ശേഷം അപ്പോഴാണ് നമുക്ക് എന്ത് വേണോ? സുബോധം വേണം. അപ്പൊ അങ്ങനെയാണോ? നമ്മൾ സുബോധമായി എങ്ങനെ എടുക്കണം? എല്ലാം എടുക്കണം, സുബോധമുള്ള എടുക്കണം. അത് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ആയിരിക്കണം. വരുന്ന പ്രശ്നയ്ക്ക് ഞാനാകട്ടെ യാതാകട്ടെ അവർ പറയുന്ന വചനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങൾ വായിക്കണം, ഇതേക്കുറിച്ച് ധ്യാനിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ മനസ്സിലാകുമ്പോ നമ്മൾ സുബോധം ഏതായിരിക്കണം? മറ്റു വിഷയത്തെ കാട്ടിലും പണത്തെ കാട്ടിലും ദൈവത്തിന്റെ വചനത്തിൽ ആയിരിക്കണം. ഒരു ഉദാഹരണം പറയാം. അപ്പോസ്തല പ്രവൃത്തി ഒരു ജനത്തെ കുറിച്ച് പറയുന്നുണ്ട്. പൗലോസിന്റെ പ്രസംഗത്തെ അവർ എന്ത് ചെയ്ത്? അവർ ചെക്ക് ചെയ്ത്. അറിയാമോ? ഏത് കൂട്ടുകാർ അറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം. വചനം അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമമായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ട് അല്ലാതെ അത് അങ്ങനെ തന്നെയാ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശ്രമിച്ച് പോകും. ആരാണ്? ബെറയ സഭയ്ക്കാർ. ബെറയ സഭയ്ക്കാർ എന്ത് ചെയ്ത്? പൗലോസ് പ്രസംഗിച്ച പ്രസംഗം ശരിയാണോ തെറ്റാണോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ അവരെന്ത് ചെയ്ത്? പരിശോധിച്ച് പോകും. നമ്മൾ അങ്ങനെ പരിശോധിക്കുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? നമ്മൾ ഈസ്റ്റായിട്ട് വഞ്ചനയിൽ അകപ്പെടുവാനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ ജീവിതത്തിലുണ്ട്.